മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് കിട്ടിയതറിഞ്ഞപ്പോൾ ഉർവശി പറയുന്നു, എനിക്ക് ഇപ്പോൾ എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങി. അതായത് എൻ്റെ പ്രതിഷേധം ഞാൻ മാറ്റുകയാണ്. കാരണം ദേശീയ അവാർഡിൽ സഹനടനും സഹനടിയായിട്ടൊക്കെ വിജയരാഘവനെയും എന്നെയൊക്കെ ഉൾപ്പെടുത്തിയതിൽ എനിക്ക് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. മെയിനായിട്ട് നല്ല മെയിൻ ആക്ടറായിട്ട് എന്നെ അതുപോലെ വിജയരാഘവനെയൊക്കെ തിരഞ്ഞെടുക്കേണ്ടായിരുന്നു. ദേശീയ അവാർഡിന് അർഹനായ ആളായിട്ട്, അതായത് മെയിൻ നടി, മെയിൻ നടൻ, ഇങ്ങനെ. ഇപ്പോൾ ഈ മോഹൻലാലിന് കിട്ടിയപ്പോൾ ഞാൻ പ്രതിഷേധം മാറ്റി വയ്ക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള തീരുമാനമാണ് ഈ ഫാൽക്കെ അവാർഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇത് മാറണം. ഈ പറയലൊക്കെ എന്താ അർത്ഥമുള്ളത്? നമുക്ക് എന്ത് കിട്ടിയാലും അതിനെ സംതൃപ്തി ഉണ്ടാകുക എന്നുള്ള ഏറ്റവും വലുത്. കാരണം ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും ഈ വക പ്രശസ്തിയോ അതുപോലെ ഒന്നും കിട്ടാതെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഇടയിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ട് പിന്നെ കൂടുതൽ അവാർഡുകൾ കിട്ടുമ്പോൾ അത് പോരാ എന്ന് പറയുന്ന രീതിയിലുള്ള ആ പോരായ്മകളെ പറ്റിയുള്ള ചിന്ത അത് മാറ്റി വയ്ക്കണം. കാരണം വെച്ചാൽ ഇനി ഈ മോഹൻലാലിന് ഇത് കിട്ടിയപ്പോൾ എല്ലാവരും അനുമോദിക്കുന്നു. നാളെ മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ 10 പടമാണ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ തിരിയും. ലാലേട്ടൻ ഇനി അഭിനയം നിർത്തണം, ഇനി ഒതുങ്ങിയിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ തുടങ്ങും. ഇതൊക്കെയാണത്. ഇന്നിപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആൾ പൊക്കി പറയും, നാളെ അങ്ങോട്ട് താഴ്ത്തും. ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു അതിനെ സംതൃപ്തിയോടുകൂടി അംഗീകരിച്ച് ഞാനൊരു ആക്ടറാണ്, ആക്ട്രസ്സാണ് എന്നൊക്കെ മനസ്സിലാക്കി ജനങ്ങളുടെ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയല്ലോ, ദൈവാനുഗ്രഹം. ആ ജനങ്ങളെന്നെ അംഗീകരിച്ചിട്ടുള്ള എനിക്ക് സിനിമയിൽ വീണ്ടും വീണ്ടും അവസരങ്ങൾ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കിട്ടാത്ത എന്തോരം നടികൾ ഇപ്പോൾ എല്ലാവരും ഒതുങ്ങിയിരിക്കുന്നു. ഉർവശി ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഒരു മഹാഭാഗ്യമല്ലത്. അപ്പോൾ അതാണ്, നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല. തൃപ്തിയുള്ളവർക്ക് എത്ര ചെറിയൊരിത് കിട്ടിയാലും അവർ സന്തോഷമായിട്ട് ജീവിക്കും. അത് മാത്രമല്ല, നിങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോയിൽ നടന്നു തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദുരിതം തോന്നി. കാരണം നിങ്ങൾക്ക് ഏതാണ്ട് 60 വയസ്സിൻ്റെ താഴെയുള്ളൂ, ഏതാണ്ട് 55 52 വയസ്സൊക്കെ ഉണ്ടാവായിരിക്കാം. എന്നിട്ട് പോലും നിങ്ങളുടെ ആരോഗ്യം നോക്കാതെ, ആരോഗ്യമില്ലാതെ ഒരാൾ നടന്നു പോകണ മാതിരി തോന്നിയപ്പോൾ ദുഃഖം തോന്നി. കാരണം നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പം ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ജീവിതത്തിൽ എന്തൊക്കെ കിട്ടിയാലും നമുക്ക് സന്തോഷം, ഒരു നിർവൃതി, ആനന്ദമൊക്കെ ഉണ്ടാവാതെ ഇനിയിപ്പോൾ എത്ര വലിയ ആളാണെന്ന് വിചാരിച്ചാലും ഒരു കാര്യമില്ല, ഒരു ഗുണമില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ മോഹൻലാൽ കിട്ടിയതിൽ, ഫാൽക്കെ അവാർഡ് കിട്ടിയതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യത ഉണ്ടായി, അദ്ദേഹത്തിന് കിട്ടി, സന്തോഷം. അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്.